ഒന്ന് രാജാക്കന്മാർ അധ്യായം 15. അബിയാം. നെബാത്തിൻ്റെ മകൻ ജെറോബോവാമിൻ്റെ വാഴ്ചയുടെ 18-ാം വർഷം അബിയാം യൂദായിൽ ഭരണം ആരംഭിച്ചു. അവൻ 3 വർഷം ജെറുസലേമിൽ ഭരിച്ചു. അബ്സലോമിൻ്റെ മകൾ മാഹ ആയിരുന്നു അവൻ്റെ അമ്മ. പിതാവിൻ്റെ പാപങ്ങളിൽ അവനും ഏർപ്പെട്ടു. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായി പ്രവർത്തിച്ച പിതാവായ ദാവീദിൻ്റേതുപോലെയായിരുന്നില്ല അവൻ്റെ ഹൃദയം. എങ്കിലും ദാവീദിനെ പ്രതി ദൈവമായ കർത്താവ് അബിയാമിന് കിരീടാവകാശിയായി ഒരു പുത്രനെ നൽകുകയും ജെറുസലേമിനെ സുസ്ഥിരമാക്കുകയും ചെയ്തു. ദാവീദ് ഹിത്യനായ ഊറിയായുടെ കാര്യത്തിലൊഴികെ കർത്താവ് കൽപ്പിച്ച യാതൊന്നിലും നിന്ന് ആയുഷ്കാലത്തൊരിക്കലും വ്യതിചലിക്കാതെ അവിടുത്തെ ദൃഷ്ടിയിൽ നീതി മാത്രം ചെയ്തു. അബിയാം ചെയ്ത മറ്റു കാര്യങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അബിയാമും ജെറോബോവാമും തമ്മിൽ ജീവിതകാലം മുഴുവൻ യുദ്ധം നടന്നു. അബിയാം പിതാക്കന്മാരോട് ചേരുകയും ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അവൻ്റെ മകൻ ആസ ഭരണമേറ്റു. ആസ ഇസ്രായേൽ രാജാവായ ജെറോബോവാമിൻ്റെ വാഴ്ചയുടെ 20-ാം വർഷം ആസ യൂദായിൽ ഭരണം തുടങ്ങി. അവൻ ജെറുസലേമിൽ 41 കൊല്ലം ഭരിച്ചു. അവൻ്റെ പിതാമഹി അബ്സലോമിൻ്റെ മകൾ മാഹ ആയിരുന്നു. ആസ പിതാവായ ദാവീദിനെ പോലെ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നീതിപൂർവം വർത്തിച്ചു. അവൻ നാട്ടിൽ നിന്ന് ദൈവപ്രീതിക്കായുള്ള ആൺവേശ്യാ സമ്പ്രദായം ഉച്ചാടനം ചെയ്തു. പിതാക്കന്മാർ നിർമ്മിച്ച എല്ലാ വിഗ്രഹങ്ങളും നിർമ്മാർജ്ജനം ചെയ്തു. പിതാമഹിയായ മാഹ അശേരായ്ക്ക് മ്ലേച്ഛ വിഗ്രഹം നിർമ്മിച്ചതിനാൽ അവൻ അവളെ അമ്മറാണിയുടെ പദവിയിൽ നിന്ന് നീക്കി. വിഗ്രഹം തകർത്ത് കിദ്രോൻ അരുവിക്കരയിൽ ദഹിപ്പിച്ചു. എന്നാൽ അവൻ പൂജാഗിരികൾ നശിപ്പിച്ചില്ല. എങ്കിലും ജീവിതകാലം മുഴുവൻ ആസായുടെ ഹൃദയം കർത്താവിനോട് വിശ്വസ്തത പുലർത്തി. താനും തൻ്റെ പിതാവും കാഴ്ചയർപ്പിച്ച സ്വർണവും വെള്ളിയും പാത്രങ്ങളും അവൻ കർത്താവിൻ്റെ ആലയത്തിൽ കൊണ്ടുവന്നു. ആസായും ഇസ്രായേൽ രാജാവായ ബാഷായും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു. ഇസ്രായേൽ രാജാവായ ബാഷ യൂദായ്ക്കെതിരെ പുറപ്പെട്ടു. യൂദാ രാജാവായ ആസായുമായി ബന്ധം ഉണ്ടാകാതിരിക്കാൻ റാമ നിർമ്മിച്ചു. ആസ ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരത്തിൽ ശേഷിച്ചിരുന്ന സ്വർണവും വെള്ളിയും ദമാസ്കസിൽ വസിച്ചിരുന്ന ഹെസിയോനിൻ്റെ പൗത്രനും തംബ്രിമോനിൻ്റെ മകനുമായ ബൻഹദാദ് എന്ന സിറിയൻ രാജാവിന് കൊടുത്തയച്ചുകൊണ്ട് പറഞ്ഞു: നമ്മുടെ പിതാക്കന്മാർ തമ്മിലുണ്ടായിരുന്നതുപോലെ നമുക്കും സഖ്യം ചെയ്യാം. ഞാനിതാ സ്വർണവും വെള്ളിയും സമ്മാനമായി അയക്കുന്നു. ഇസ്രായേൽ രാജാവായ ബാഷ എൻ്റെ രാജ്യത്തിൽ നിന്ന് പിന്മാറുന്നതിന് അവനുമായുള്ള സഖ്യം വിച്ഛേദിക്കുക. ആസ രാജാവിൻ്റെ അഭ്യർത്ഥന സ്വീകരിച്ച ബൻഹദാദ് സേനാധിപന്മാരെ ഇസ്രായേൽ നഗരങ്ങൾക്കെതിരെ അയച്ചു. അവർ നഫ്താലി ദേശത്തോടൊപ്പം ഇയോൻ, ദാൻ, ആബേൽ, ബത്മാക്ക, കിന്നറോത്ത് എന്നിവ കീഴടക്കി. ഇതറിഞ്ഞ ബാഷ റാമായുടെ നിർമ്മാണം നിർത്തിവെച്ച തിർസായിൽ തന്നെ താമസിച്ചു. ആസ രാജാവ് ഒരു വിളംബരം മൂലം യൂദാ നിവാസികളെ വിളിച്ചുകൂട്ടി. ആരെയും ഒഴിവാക്കിയില്ല. റാമ പണിയാൻ ബാഷ സംഭരിച്ചിരുന്ന കല്ലും മരവും അവർ എടുത്തുകൊണ്ടുവന്നു. ആസ രാജാവ് ഇവ കൊണ്ട് ബെഞ്ചമിനിലെ ഗേബയും മിസ്പായും നിർമ്മിച്ചു. ആസായുടെ മറ്റു പ്രവർത്തനങ്ങളും ശക്തിവൈഭവവും അവൻ പണിയിച്ച നഗരങ്ങളുടെ വിവരങ്ങളും യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. വാർദ്ധക്യത്തിൽ അവന് കാലിൽ രോഗം പിടിപെട്ടു. അവനും പിതാക്കന്മാരോട് ചേർന്നു പിതാവായ ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവൻ്റെ മകൻ യഹോശാഫാത്ത് ഭരണമേറ്റു. ഇസ്രായേൽ രാജാക്കന്മാർ. നാദാബ്. ജെറോബോവാമിൻ്റെ മകൻ നാദാബ് യൂദാ രാജാവായ ആസായുടെ 2-ാം ഭരണവർഷം ഇസ്രായേലിൽ ഭരണമാരംഭിച്ചു. അവൻ 2 കൊല്ലം വാണു. തൻ്റെ പിതാവ് ഇസ്രായേലിനെ വഴിപിഴപ്പിച്ച പാപമാർഗത്തിൽ ചരിച്ച് അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. ഇസാക്കർ ഗോത്രത്തിൽപ്പെട്ട അഹിയായുടെ മകൻ ബാഷ അവനെതിരെ ഗൂഢാലോചന നടത്തി. നാദാബും ഇസ്രായേലും ഫിലിസ്ത്യ നഗരമായ ഗിബെത്തോൺ ആക്രമിച്ചപ്പോൾ ബാഷ അവനെ വധിച്ചു. ഇങ്ങനെ യൂദാ രാജാവായ ആസായുടെ 3-ാം ഭരണവർഷം ബാഷ നാദാബിനെ കൊന്ന തൽസ്ഥാനത്ത് വാണു.
രാജാവായപ്പോൾ തന്നെ അവൻ ജെറൊബോവാമിൻ്റെ വംശം മുഴുവൻ നശിപ്പിച്ചു. കർത്താവ് തൻ്റെ ദാസനും ശീലോന്യനുമായ അഹിയ വഴി അരുളിച്ചെയ്തിരുന്നതുപോലെ അവൻ്റെ സന്തതികളിൽ ആരും അവശേഷിച്ചില്ല. ജെറൊബോവാം ചെയ്തതും ഇസ്രായേലിനെക്കൊണ്ട് ചെയ്യിച്ചതുമായ പാപങ്ങൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ കോപം ജ്വലിപ്പിച്ചതിനാലാണ് ഇത് സംഭവിച്ചത്. നാദാബിനെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങളും അവൻ്റെ പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആസയും ഇസ്രായേൽ രാജാവായ ബാശായും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു. ബാശ യൂദാ രാജാവായ ആസയുടെ 3-ാം ഭരണവർഷം അഹിയായുടെ മകൻ ബാശ ഭരണമേറ്റു. അവൻ 24 വർഷം ഇസ്രായേൽ രാജാവായി തിർസായിൽ വാണു. അവനും കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. ജെറൊബോവാമിൻ്റെ മാർഗങ്ങളിലും ഇസ്രായേലിനെ വഴിപിഴപ്പിച്ച അവൻ്റെ പാപങ്ങളിലും ബാശ വ്യാപരിച്ചു.